ഞാനൊരു എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരണ വഴിക്ക് ഒരു ബസ് KSRTC സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്ത് വന്ന് എൻ്റെ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കി. അലക്ഷ്യമായി ഓവർടേക്ക് ചെയ്ത KSRTC ബസ് കാറിലിടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം പേട്ട സ്വദേശി വിനു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കാറിൽ കഴിഞ്ഞ ദിവസം അടൂരിൽ വെച്ച് KSRTC ബസ് അലക്ഷ്യമായി ഓവർടേക്ക് ചെയ്ത് കയറി വാഹനത്തിൽ ഇടിച്ചതായാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം നിർത്താതെ പോകാനൊരുങ്ങിയ KSRTC ബസ്സിനെ പിന്നാലെ എത്തി ഹോൺ മുഴക്കി ഇദ്ദേഹം നിർത്തിച്ചു. നമസ്കാരം, എൻ്റെ പേര് വിനു എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് പേട്ടയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ടാക്സി ഡ്രൈവറുടെയാണ്. അപ്പോൾ ഞാനൊരു എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരണ വഴിക്ക് ഒരു ബസ് KSRTC സൂപ്പർ ഫാസ്റ്റ് ഓവർടേക്ക് ചെയ്ത് വന്ന് എൻ്റെ വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ഉണ്ടാക്കി. അപ്പോൾ ആൾക്കാർക്കൊന്നും പരിക്കില്ല. പക്ഷേ ആൾക്കാർ പരിക്കില്ലാത്തത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോ എന്നുള്ളൊരു ധാർഷ്ട്യത്തിലും സംസാരിച്ചു. പക്ഷേ ഡാഷ് ക്യാം ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് ആ വിഷ്വൽസ് ഫുള്ളായിട്ട് കിട്ടി. ഞാൻ നിലവിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഡ്രൈവർ പുറത്തേക്കിറക്കി വന്നു വാഹനമൊക്കെ നോക്കിയ ശേഷം വാഹനമെടുത്തു കടന്നു കളയുകയായിരുന്നുവെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. തിരുവനന്തപുരം പേട്ട സ്വദേശി വിനു ഇത് സംബന്ധിച്ച് തിരുവല്ല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ അപകടമുണ്ടാക്കിയ ശേഷം നിസ്സാരവൽക്കരിച്ച് കടന്നു കളയുന്നത് പതിവാണെന്നും വിനു പറയുന്നു. അപകടമുണ്ടാക്കിയാലെന്താ, വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലേ, പിന്നെ അതിൽ ശരിയാക്കിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഡ്രൈവർ ഉന്നയിച്ചതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ചങ്ങനാശ്ശേരി അടൂരിന് തിരുവല്ലയ്ക്ക് ഇടയ്ക്കുള്ള ബോർഡറിൽ വെച്ചാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. ആദ്യം നൂറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തിരുവല്ല എന്ന് പറഞ്ഞ തിരുവല്ലയിലാണ് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അവർ തിരുവല്ല ബോർഡറല്ല ചങ്ങനാശ്ശേരിയിലാണെന്ന് പറഞ്ഞിട്ട് അവർ ചങ്ങനാശ്ശേരിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാരുതി എർട്ടിക്ക വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശി വിനു ഡോക്ടർ ഫാമിലിയിൽപ്പെട്ട രണ്ടുപേരെയും കൊണ്ട് കൊച്ചിയിലേക്ക് യാത്ര പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വണ്ടിയിലുള്ള യാത്രക്കാർ വാഹനം 70 കിലോമീറ്ററിന് മുകളിൽ പോകരുതെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ മിതമായ സ്പീഡിലാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് വിസ്മയ ന്യൂസിനോട് പ്രതികരിച്ചു. മാത്രമല്ല, തന്റെ ടാക്സി വാഹനത്തിൽ 78 കിലോമീറ്ററിന് മുകളിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോയതിന് പിന്നാലെ KSRTC ഡ്രൈവർ ഫോണിൽ വിളിച്ചിരുന്നു എന്നും ഇദ്ദേഹം പറയുന്നു. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി പോകാനും തനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഡ്രൈവർ പറഞ്ഞതായും ഇദ്ദേഹം ആരോപിക്കുന്നു. ഏതായാലും നിരത്തുകളിൽ അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്ന KSRTC ഡ്രൈവർമാർ ഒന്നോർക്കുക, നിങ്ങൾ കാണിക്കുന്ന എല്ലാ തെറ്റുകൾക്കും കോർപ്പറേഷൻ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ലഘൂകരിച്ച് കാണുന്നതിന് പിന്നിലെങ്കിൽ ഇവിടെ ശക്തനായ ഒരു ഗതാഗത മന്ത്രിയുണ്ട്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഓർക്കുന്നത് നല്ലത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.